ഒരു കപ്പ് അരിപ്പൊടിയുണ്ടോ എങ്കിലും നമുക്ക് നല്ല അടിപൊളി വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്നൊരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് പ്രോസസ്സുകളൊന്നുമില്ല, ശടപടേ കാര്യങ്ങൾ കഴിയും. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം. നമ്മുടെ സാധാരണ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി, ഇടിയപ്പം പൊടി, പുട്ടുപൊടി അല്ല കേട്ടോ. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വറുത്ത പൊടി എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട്. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അരി പൊടിച്ചിട്ട് വറുത്തെടുക്കുമല്ലോ, ആ പൊടി ആയാലും മതി. പിന്നെ അതിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റണം എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 3/4 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ്, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഒരുപാട് നേരം ഉരുക്കി ഒരു നൂൽ പരുവാക്കുക അങ്ങനെ ഒന്നുമില്ല. ഈ കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോഴും അതിൽ നിന്ന് ബബിൾസ് വരുന്ന കണ്ടില്ലേ? ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി അങ്ങനെ തന്നെ അരിച്ച് നമ്മുടെ അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളിപ്പോൾ പൊടിച്ച ശർക്കര പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരിക്കണമെന്നില്ല. അതിൽ തീരെ പൊടിയോ മണ്ണോ ഒന്നും കാണില്ല കേട്ടോ. ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ ചൂടെത്തുന്ന രീതിയിൽ വേണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിക്കണം. ഇനി ആരും സംശയം ചോദിക്കരുത്, ശർക്കരപ്പാനി ചൂടോടുകൂടിയാണോ ഒഴിക്കേണ്ടത് എന്നുള്ള സംശയം വരാനേ പാടില്ല. നല്ല ചൂടിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി അങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതെടുക്കാം. അതിലേക്ക് 3/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ എടുക്കുക. നല്ല കട്ടിയായിട്ടുള്ള 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. പിന്നെ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ മാറ്റി വെച്ചേക്കുക. ആദ്യം നമുക്കിതിലേക്ക് 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പൊടിയുടെ കണക്കനുസരിച്ചിട്ട് ചില പൊടികൾക്ക് നന്നായിട്ട് വെള്ളം വേണം, അതിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾ ആദ്യം 3/4 കപ്പ് ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഈ പൊടിയുടെ വെള്ളത്തിൻ്റെ അളവ് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരയൊക്കെ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, പൂർണ്ണമായിട്ടും ചൂടാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മിക്സിയുടെ അടപ്പെല്ലാം കൂടി തെറിക്കും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർക്കുന്ന എന്തിലും നമ്മൾ പഞ്ചസാര കൂടെ ചേർക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ആ ഒരു ശർക്കരയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ച് കട്ടകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഇതാ ഇങ്ങനെ വീഴണം. ഇത്രയും ലൂസായിട്ട് അല്ല നിങ്ങളുടെ ബാറ്റർ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അത് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം വീതം മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരുപാട് ആവശ്യം വരും എന്ന് കരുതിയിട്ട് ആദ്യമേ ഒരുപാട് തേങ്ങാപ്പാൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ ആകെ കുളമായിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ചില പാക്കറ്റ് പൊടികൾക്ക് തീരെ വെള്ളം കുറച്ച് മതിയാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചേർക്കുമ്പോഴേ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യിലാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് കാഷ്യൂ ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തായിട്ട് കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കാവുന്നതാണ്. അതിൻ്റെ നെയ്യും വേണം കേട്ടോ, അതങ്ങനെ തന്നെ ചേർക്കാനുള്ളതാണ്. ഇതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കോരി മാറ്റുന്നുണ്ട്. കാര്യമെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്തിടുന്നത് എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വേറെ തയ്യാറാക്കുന്നുണ്ട്. കോരി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആ നെയ്യ് കൂടി അങ്ങനെ തന്നെ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഈ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ 1 ടീസ്പൂൺ നല്ല നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം. നെയ്യ് കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെ കിട്ടുമേ. തേങ്ങാക്കൊത്തൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഞാനൊരു
സ്റ്റീൽ പാത്രം നന്നായിട്ട് നെയ്യൊക്കെ തേച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല, അത് ശ്രദ്ധിച്ചോളുക. നമ്മുടെ പാത്രം റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാത്രത്തിൻ്റെ അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോറ്റുപാത്രം ഉണ്ടല്ലോ, അതിലായാലും മതി. അപ്പോൾ നമുക്ക് ഒരൊറ്റ തവണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിലൊന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ വളരെ തിന്നായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ പാത്രത്തിൽ ഒരു 3 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നട്ട്സ് അതിൽ മുകളിലിട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ തന്നെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് പാത്രം അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി ബാറ്റർ ഉണ്ടല്ലോ, അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലൊഴിച്ച് വെക്കാവുന്നതാണ്. ഇതെൻ്റെ മോളുടെ ചോറ് കഴിക്കുന്ന പാത്രമാണ്. പുള്ളിക്കാരി എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ഇതിലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ അവർക്കുള്ളതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിലും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ ഒഴിക്കാം. അതിലേക്കാണ് ഞാൻ കാഷ്യൂ വറുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കാഷ്യൂ മാത്രമേ ഇടുന്നുള്ളൂ. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് കാഷ്യൂ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു സ്റ്റീമറിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും റെഡിയായി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ വളരെ തിന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 10 മിനിറ്റ് സമയം. നിങ്ങൾ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലൊക്കെയാണ് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റീമറിൽ വെള്ളം എടുക്കുകയും വേണം, സമയം ഒരുപാട് എടുക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കഴിക്കാനും ഇങ്ങനെ തിന്നായിട്ടുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ട് നോക്കിയപ്പോൾ പറ്റിപ്പിടിക്കുന്നോ ഒന്നുമില്ല. പിന്നെ ഒരു സ്ക്യൂർ ഒക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നേ, തീരെ പറ്റിപ്പിടിക്കുന്നോ ഒന്നുമില്ല. അതിനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ കിണ്ണനപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ കഴിക്കാൻ. ചൂടാറി കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പാച്ചിലോ എന്തായാലും വെച്ചിട്ട് അതൊന്ന് ക്ലിയറാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ചൊക്കെ എടുക്കാൻ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കാനോ ഒക്കെ തോന്നുകയാണെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഇപ്പം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ആ ശർക്കരയുടെ അളവ് വെച്ചിട്ട് ഒരു സാധാരണ ഒരു നോർമൽ മധുരം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചെറിയ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് മധുരമില്ല, ചെറിയൊരു മധുരമാണ്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ മധുരം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഹൈപ്പ് ചെയ്യും കൂടെ വേണം കേട്ടോ. ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.